പാലക്കാടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഗോപിച്ചെട്ടിപ്പാളയത്തിന്റെ കാഴ്ചകൾ കണ്ട് ദിംബം ഘാട്ട് കയറി ഒരുപാട് പ്രത്യേകതയുള്ള ശിവന്റെ സമുദ്രയിലേക്കാണ് ഇന്നത്തെ യാത്ര. കാവേരി നദിയുടെ കാഴ്ചകളും ഈ സ്ഥലത്തിന്റെ ചരിത്രം എല്ലാം വഴിയെ കാണിച്ചു തരാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റതും കനത്ത മഴ ആരംഭിക്കുകയും ചെയ്തു. പാലക്കാട്ടിൽ വന്ന് 2-3 സ്ഥലങ്ങൾ കാണാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഈ നശിച്ച മഴ കാരണം എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അതിൻ്റെ നിരാശയിൽ പെട്ടിയൊക്കെ വണ്ടിക്കകത്ത് കയറ്റി മഴയില്ലാത്ത സ്ഥലം തേടി പോകാണ്. പാലക്കാട്ടിൽ ഓറഞ്ച് അലേർട്ടാണ് അത്രേ. വെറുതെ മഴയത്തെ സമയം കളയേണ്ടാനോർത്ത് രാവിലെ തന്നെ പുറപ്പെട്ടു. മഴയത്ത് ഒരു ചൂട് ചായ കുടിക്കാനൊരു മോഹം. നല്ല ചൂട് കടികൾ വരിവരായി കിടപ്പുണ്ട്. ഞങ്ങളുടെ പ്ലാൻ മൊത്തം തെറ്റിച്ച ഈ മഴ കണ്ടുകൊണ്ട് ഞാൻ ഈ ചായ കുടിക്കുകയാണ്. ഇളം കാറ്റും മഴയും ഒരു ചായയും ഈ നമ്മുടെ കേരളം, അതൊക്കെ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി മഴയത്ത് കുളിച്ച് കിടക്കുന്നു. അങ്ങനെ ചായ കുടിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ മഴയത്ത് പുളിമരങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ പൊള്ളാച്ചി ടൗണിലെത്തിയിരിക്കുകയാണ്. കേരളത്തെക്കാളും കൂടുതൽ തെങ്ങുള്ളത് തമിഴ്നാട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗോപിച്ചെട്ടിപ്പാളയം ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോപിച്ചെട്ടിപ്പാളയം ടൗണിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് അത്താണി എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഗോപിച്ചെട്ടിപ്പാളയം ടു അത്താണി റൂട്ട് ഒരു സീനിക് റൂട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് വളരെ കറക്റ്റാണ്. ഗോപിച്ചെട്ടിപ്പാളയം ടൗൺ വിട്ടുടന്ന് നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ എക്സ്ട്രീം ഭംഗി നമുക്ക് കാണാൻ പറ്റും. നെൽപ്പാടങ്ങൾ മുറിച്ച് കിടക്കുന്ന ഒരു കിടിലൻ റോഡ്. ബാക്ക്ഗ്രൗണ്ടിൽ വെസ്റ്റേൺ ഘാട്സിൻ്റെ ഒരു അതിമനോഹരമായ കാഴ്ച. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് റോഡിനോട് ചേർന്ന് ഒഴുകുന്ന കനാലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പാലക്കാടിന് കോയമ്പത്തൂർ ടൗൺ വഴി ദിംബംഘാട്ട് കയറി പോകായിരുന്നു ശിവന സമുദ്രത്തിലേക്ക്. പക്ഷെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഗോപിച്ചെട്ടിപ്പാളയം ഞങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിയത്. ഈ
ഈ വഴിയുടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പാടങ്ങളിൽ കൃഷിയുള്ള സമയത്ത് ഒന്നുകൂടെ വരണം. ഇപ്പോൾ കാണുന്നേക്കാളും ഇരട്ടി ഭംഗിയായിരിക്കും ആ സമയത്ത് കാണുമ്പോൾ. അങ്ങനെ സത്യമംഗലം ലക്ഷ്യമാക്കി മുന്നോട്ട് പോവാണ്. ഗോപിച്ചെട്ടിപ്പാളയത്തിൽ നിന്ന് അന്തിയൂരിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്. തമിഴ്നാടിൻ്റെ ഒരു വില്ലേജ് ബ്യൂട്ടിയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഭവാനിപ്പുഴ ക്രോസ് ചെയ്ത് ഞങ്ങളിപ്പോൾ അത്താണി എന്ന് പറഞ്ഞ ഒരു ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് സത്യമംഗലത്തേക്ക്. ദിമ്പം മലയടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ബന്നാരി അമ്മൻ ടെമ്പിളിൻ്റെ അവിടെയാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുവഴി കടന്നു പോകുന്നവരുടെ ഒരു പ്രധാന പിൽഗ്രിം സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്ന അമ്പലം. തമിഴ്നാട്ടിന് മാത്രമല്ല കേരളത്തിനും കർണാടകയിലും ആന്ധ്രയിലും വരെ ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഈ അമ്പലം കഴിഞ്ഞ ഉടനെ കാട്ടിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ സാധിക്കും. ഇരുപത്തിയേഴ് എയർപിൻ ബെൻഡുകൾ നിറഞ്ഞ ദിമ്പം ഘാട്ട് ഞങ്ങളിപ്പോൾ കയറാണ്. ഇത് ഫോറസ്റ്റ് ഏരിയ. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഒരു KSRTC ബസ് എയർപിൻ വളവ് കയറി പോകുന്ന അടിപൊളി കാഴ്ച. അങ്ങനെ ചുരം കയറി അസന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. മഴക്കാറിങ്ങനെ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ബോർഡർ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് കടക്കുകയാണ്. അസന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ചെക്ക് പോസ്റ്റ്. കർണാടകയിലേക്ക് കയറിയതും റോഡിൻ്റെ വീതി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ ഒരു ടോൾ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ചാമരാജനഗർ എത്താറായിട്ടാ. ശിവന്റെ സമുദ്രത്തിൽ ഞങ്ങൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. KSTCയുടെ ഹോട്ടൽ മയൂര ബാരാചക്കി എന്ന് അറിയപ്പെടുന്ന ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു. അങ്ങോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. ബാരാചുക്കി ഫാൾസിലേക്ക് പോകുന്ന അതേ വഴിയിലാണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടൽ. കാവേരി നദി ക്രോസ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാവേരി നദി രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ചായ കുടിക്കേണ്ട ഒരു ചായക്കടയുടെ സൈഡിൽ വണ്ടി നിർത്തി. ഇനി ഏകദേശം 1 കിലോമീറ്ററും കൂടിയുള്ളൂ ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. കാവേരി നദി ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. മുന്നിലൊരു ചെറിയ അമ്പലം കാണാൻ സാധിക്കും. ഇതാണ് കാവേരി നദി. നല്ല വ്യൂ ആണല്ലേ.
പുതിയ പാലത്തിൻ്റെ ഇപ്പുറത്ത് പഴയ കല്ലുകൊണ്ട് നിർമ്മിച്ച പാലം കാണാൻ സാധിക്കും. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ ഏരിയൽ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് KSTDCയുടെ ഹോട്ടൽ മയൂര ബാറാചുക്കി. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യാം. ഈ പ്രദേശം ഹൈലി വിജനമാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. താഴെ ഒരു കനാലൊക്കെ ഒഴുകി പോണത് കാണാൻ പറ്റും. പെട്ടെന്ന് മേക്ക് മൈ ട്രിപ്പ് വഴി ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ കാറ്റഗറി ഒന്നും നോക്കിയില്ല. ആദ്യം കണ്ട കാറ്റഗറി തന്നെ ബുക്ക് ചെയ്തു. അത് പക്ഷേ 10 പേർക്കുള്ള ഡോർമേറ്ററി ആയിപ്പോയി. എന്തായാലും ഫാമിലി റൂമിനേക്കാളും റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഈ ഡോർമേറ്ററി കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിയായി. ഓടിച്ചാടി കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ ഈ ഡോർമേറ്ററി റൂം എടുത്താൽ നിങ്ങൾക്കൊരു ഫ്രീ എൻ്റർടൈൻമെൻറ്റും കൂടെ കിട്ടും. വേറെ എവിടെയും കാണാൻ കഴിയാത്ത ഭരതനാട്യം കളിക്കുന്ന ഫാന്. പിന്നെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് TV ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രീ വൈഫൈയും ലഭിക്കും. അങ്ങനെ റൂമിനകത്ത് ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് ഹോട്ടൽ മയൂര ബാറാചുക്കി. ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ബാറാചുക്കി ഫാൾസിലേക്ക് എത്തും. ഇവിടെ 2 ഫാൾസ് ഉണ്ട്. ഈ രണ്ടും കൂടെ ചേർന്നാണ് ശിവർണ സമുദ്ര ഫാൾസ് എന്നറിയപ്പെടുന്നത്. ഒന്ന് ബാറാചുക്കി ഫാൾസ്, പിന്നെ ഗഗനചുക്കി ഫാൾസ്. ഇപ്പോൾ സമയം 6 മണി ആയതുകൊണ്ട് ഞങ്ങൾ ഫാൾസിലേക്ക് പോകുന്നില്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഫാൾസിൻ്റെ ടൈമിങ്. ഇവിടെ റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വെറുതെ പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങളിപ്പോൾ മധ്യരംഗ ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിളിലൂടെയാണ് എത്തിയിരിക്കുന്നത്. ആ അമ്പലത്തിനടുത്തായിട്ട് കാവേരി നദി ഒഴുകി പോകുന്നത് കാണാം. വെള്ളത്തിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തോ ഒരു നിർമ്മിതി ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കാവേരി നദി ഒഴുകി പോകുന്നത്. കാവേരി നദിയിൽ കാണുന്ന ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് ശിവന സമുദ്ര ഫാൾസ്. ചെറിയ ഡാം പോലത്തെ ഒരു സെറ്റപ്പ് ഇവിടെ കാണാൻ പറ്റും. നല്ല വീതിയിൽ ഒഴുകി പോണ കാവേരി നദി. ഇവിടെയും കൊട്ടവഞ്ചി റൈഡൊക്കെ ഉണ്ട് കേട്ടോ. കൃഷികൾക്കും മറ്റു ആവശ്യത്തിനും വേണ്ടി കനാലിൽ കൂടെ വെള്ളം ഒഴുകി പോണ കാഴ്ച. ഈ കനാലാണ് നമ്മുടെ ഹോട്ടലിനും കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബാറാചുക്കി ഫാൾസ് കാണാൻ വേണ്ടി പോവാണ്. 9 മണിക്ക് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ. അതും കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ കറക്റ്റ് 9 മണിയായപ്പോൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. 40 രൂപ എൻട്രി ഫീ കൊടുക്കണം. ഇനി ഏകദേശം 1 കിലോമീറ്ററും കൂടി ഉള്ളൂ വെള്ളച്ചാട്ടത്തിലേക്ക്. അങ്ങനെ ബാറാചുക്കി വാട്ടർഫാൾസിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതിന് 40 രൂപയാണ് ചാർജ്. വെള്ളച്ചാട്ടത്തിലേക്ക് ഏകദേശം 5 മിനിറ്റ് നടക്കാനുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങ് ദൂരെ നമുക്ക് കാണാം ബാറാചുക്കി വാട്ടർഫാൾസ്. ഈ വ്യൂ പോയിന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വന്നിട്ട് പോലും നിറയെ ആൾക്കാർ കാണാൻ സാധിക്കും. ഏകദേശം 69 മീറ്റർ ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ബാറാചുക്കി വാട്ടർഫാൾസ്. മഴക്കാലത്ത് വന്നിട്ട് പോലും വെള്ളം അധികം ഇല്ല. KRS ഡാം തുറന്നിടുന്നതിനനുസരിച്ചായിരിക്കും ഇവിടെ വെള്ളം വരുന്നത്. ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് രാവിലെ ഡ്രോൺ വിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. വെള്ളം കുറവാണെങ്കിലും നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ.
അങ്ങനെ ബാരാച്ചക്കി വാട്ടർഫാൾസിന്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഈ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ ഇവിടെ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ശ്രീ ചക്രാങ്കിത്ത പ്രസന്ന മീനാക്ഷി സോമേശ്വര ടെമ്പിളിലൂടെയാണ്. ഇതിൻ്റെ അകത്തൊന്ന് കയറി കണ്ടിട്ട് പോകുന്ന കരുതി. ഏകദേശം 1200 വർഷം പഴക്കമുള്ളതും ചോള ഡൈനാസ്റ്റി കാലത്ത് നിർമ്മിച്ച ഒരു പഴയ ക്ഷേത്രമാണിത്. ഇതുവഴി പോകുന്നവർ ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഒരു നടപ്പാത കാണാൻ പറ്റും. അതിൽ കൂടെ ഞാനും ചുറ്റും നടക്കാണ്. അങ്ങനെ ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലം തേടി പോകുകയാണ്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ 2 വെള്ളച്ചാട്ടങ്ങൾ കൂടെ ചേർന്നാണ് ശിവനസമുദ്ര ഫാൾസ് ആയിട്ട് പോകുന്നത്. അതിൽ ബാരാചുക്കി വാട്ടർഫാൾസ് നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് ഗഗനചുക്കി വാട്ടർഫാൾസ് ആണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ ഇനി പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ദിമ്പം ഘാട്ട് വഴി ബാംഗ്ലൂർക്ക് പോകുന്ന നാഷണൽ ഹൈവേയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. NH 948 കേട്ടോ ഈ ഹൈവേനെ അറിയപ്പെടുന്നത്. നല്ല സീനിക് റൂട്ടാണ് കേട്ടോ. അങ്ങനെ ഗഗനചുക്കി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ചെറിയ വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ശിവനസമുദ്രം പവർ പ്ലാന്റിൻ്റെ ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. 1902 കമ്മീഷൻ ചെയ്ത ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ് കേട്ടോ ശിവനസമുദ്രം. ഈ പവർ സ്റ്റേഷൻ്റെ വാട്ടർ സോഴ്സ് കാവേരി നദി തന്നെയാണ് കേട്ടോ. കർണാടക സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള ഈ പവർ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നത് കർണാടക പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റാണ് കേട്ടോ ഇത്. ഇപ്പോഴും അത് ഫങ്ഷണൽ ആണെന്നാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ആദ്യം കോളർ ഗോൾഡ് ഫീൽഡിലേക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ നിന്നുള്ള ബാക്കി വൈദ്യുതി ബാംഗ്ലൂരിലേക്ക് വിതരണം ചെയ്തു. അങ്ങനെയാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് ഏഷ്യയിലെ ആദ്യത്തെ നഗരമായ ബാംഗ്ലൂർ മാറിയത്. റോഡിൻ്റെ ഇരുവശം ഒരേപോലത്തെ വീടുകൾ കാണാൻ സാധിക്കും. അതിവേർത്ത പവർ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ക്വാർട്ടറോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് ആവാനാണ് സാധ്യത. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഗഗനചുക്കി വാട്ടർഫാൾസിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ കച്ചവടക്കാരെ കാണാൻ പറ്റും. ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് അറിഞ്ഞൂടാ, ആരെയും കാണുന്നില്ല. ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഇച്ചിരി നടക്കുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ഗഗനചുക്കി വാട്ടർഫാൾസ്. കാഴ്ചയിൽ ബാരാചുക്കിയും ഗഗനചുക്കി ഒരേപോലെ ആണെങ്കിലും ഗഗനചുക്കി വെള്ളച്ചാട്ടത്തിനാണ് ഹൈറ്റ് കൂടുതൽ. ഏകദേശം 90 മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്നത്. നല്ല അടിപൊളി വ്യൂ പോയിന്റ് നടപ്പാതയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ റീസെൻ്റ് ആയിട്ട് നിർമ്മിച്ചെന്ന് തോന്നും. ആ ഫ്രഷ്നെസ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും എൻജോയ് ദ വ്യൂ ഓഫ് ഗഗനചുക്കി വാട്ടർഫാൾസ്.
അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഇവിടെ കാണുന്ന ഒരു കടയിൽ നാരങ്ങ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ സ്നാക്സ് ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം നല്ലോണമുണ്ട്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഗഗന ചുക്കിയെടുത്ത കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നിന്ന് വിട പറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശിവനസമുദ്രം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രധാന കാഴ്ചകൾ. അങ്ങനെ ഹൈവേക്കകത്ത് കയറി ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ്. കനകപുര വഴിയാണ് കേട്ടോ പോകുന്നത്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടും കൂടിയാണ് കേട്ടോ അത്. ഒരു സീനിക് റൂട്ടാണ്. വഴിയൊക്കെ നന്നാക്കി നല്ല കിടിലൻ ഹൈവേ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ശിവനസമുദ്രത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ശിവനസമുദ്രം എന്ന് പറയുന്ന സ്ഥലം സിനിമകളുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെയാണ് കേട്ടോ. തമിഴിലെ പയ്യ സിനിമയുടെ 2-3 സീനുകൾ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.